പറയുന്നത്. സുധീർ കുമാർ പട്ടാമ്പി ചാടരുത്. ഞാൻ ഇന്ന് സാറിന്റെ കാറിന് മുമ്പിൽ ചാടി ചാവും. അബദ്ധമൊന്നും കാണിക്കരുത്. ആ ഡ്രൈവർ വെച്ച് തലക്ക് വെളിവില്ലാത്തോനാ. ചാടിയ വണ്ടി തടി പോയത് തന്നെ. എന്നാലെങ്കിലും ഒരു ജോലി കിട്ടുമല്ലോ. കത്തിട്ടോ? അതെ, വണ്ടി വരും. പറയുന്നത് തോന്നി കേട്ടോ. ഗുഡ് മോർണിംഗ് സർ. എന്നെ മനസ്സിലായില്ലേ? ഐ എം സുധീർ. താങ്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ട് ലേറ്റ് ആയി പോയത് കാരണം. താനെന്തിനാ എന്റെ കാരണം ചാടുന്നത്? അല്ല, എന്നാലെങ്കിൽ സാറിന്റെ കണ്ണും തുറക്കട്ടെ എന്ന് കയറിയാണ് സർ. താങ്ക് പ്രായിട്ട് എന്നെ പറ്റിയില്ലെങ്കിൽ വേണ്ട ഒരു ക്ലർക്കായിട്ട് എനിക്ക് പറയേ. താങ്ക് യു സർ. ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ലേറ്റ് ആവണോണ്ട് ഒരു കുഴപ്പമില്ല. ജോയിൻ ചെയ്തതിന് ശേഷമാണ് ലേറ്റ് ആവാൻ പാടില്ലാത്തത്. അതൊന്ന് പുള്ളിക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്. ഇയാൾ എന്താ നേരത്തെ കാണിച്ച ബ്രേക്ക് ഡാൻസോ? ബ്രേക്ക് ഡാൻസ് അല്ല, ബ്രേക്ക് ഇടാൻ ഡാൻസ്. അതെ, കാരണം മുമ്പ് ചാടാൻ പോയതാ. എന്തിന്? ഒരു ജോലിക്ക്. മുമ്പിൽ ചാടിയ ജോലിയാവൂ? ജോലി കിട്ടും. ചാടുന്ന പിന്നെ ജോലിയാവും. പോടോടുന്നു. ഹലോ ഫ്രാങ്ക്ലിൻ. ഹലോ. നീ ഡൽഹിയിൽ എപ്പോഴാ? ഞാൻ ഇന്ന് രാവിലെ എത്തി. എന്നിട്ട് ഇപ്പോഴാണോ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ഇവിടെ അടുത്ത് എന്റെ ഒരു കസിൻ ഉണ്ട്, ഡോക്ടർ ഹെൻറി. അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. മറ്റു പണികളെല്ലാം തീർത്ത ഫുൾ ടൈം നിന്റെ കൂടെ കൂടാമെന്ന് കരുതി. എങ്ങനെയുണ്ട് നിന്റെ ബിസിനസ് ഒക്കെ? ഓ, ഡല്ലാ. ഞാൻ ഡൽഹിയിൽ നിന്ന് 1-2 പ്രാവശ്യം നിന്നെ വിളിച്ചിരുന്നു. മെസ്സേജ് കിട്ടിയിരുന്നു. ഞാൻ അല്പം തിരക്കിലായിരുന്നു. എന്താ നീ വിളിച്ചത്? നീ എല്ലാ ടെൻഡറും കൂടി ഓടിയൊന്ന് പിടിക്കാൻ തുടങ്ങിയ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഫെല്ലിന്റെ ടെൻഡർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നീ ടെൻഡർ ഡോക്യുമെന്റ് വാങ്ങിയതായിട്ട് അറിഞ്ഞു. നീ അത് സബ്മിറ്റ് ചെയ്യരുത്. ആ കോൺട്രാക്ടെങ്കിലും കിട്ടിയില്ലെങ്കിൽ എനിക്ക് പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാ. നമ്മൾ രണ്ടാളും ഒരേ ബിസിനസ് ചെയ്യുന്നവരാ. സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ ഉണ്ടാവും. നമ്മൾ തമ്മിൽ പാർട്ണർഷിപ്പ് പിരിഞ്ഞ സ്ഥിതിക്ക് നീ ഇങ്ങനെ വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നതിന് തെറ്റാ. ഗ്ലോബൽ മാനുഫാക്ചറിംഗ് കമ്പനി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫാമാ. നിങ്ങൾക്കൊരു ഗുഡ് വില്ലുണ്ട്. എന്നാ ഞങ്ങളുടെ ക്യാപിറ്റൽ കണ്ടക്ടേഴ്സ് ബിഗിനിങ് സ്റ്റേജിലാ. ബൾക്കായിട്ടൊരു ഓർഡർ കിട്ടിയില്ലെങ്കിൽ പ്രൊഡക്ഷൻ നിർത്തി കമ്പനി അടച്ചുപൂട്ടി ഡൽഹിയിൽ നിന്ന് പോരേണ്ടി വരും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. നീ എന്തായി പറയുന്നത്? എന്തൊക്കെയായാലും ഈ കാര്യത്തെക്കുറിച്ച് നീ ഒന്നുകൂടി ആലോചിക്കണം. കുറച്ച് ദിവസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വൈകിട്ട് വിളിക്കാം. ബൈ ദ വേ, മിസ്സസിനെ എന്റെ അന്വേഷണം അറിയിക്കണം. ഓക്കെ. പ്രകാശ്, ഇങ്ങനെ ഒരു കത്ത് എഴുതി വന്നതിൽ ദുഃഖമുണ്ട്. എങ്കിലും നിന്റെ മനസ്സറിയാവുന്നതുകൊണ്ട് എനിക്ക് എഴുതാതിരിക്കാൻ കഴിയില്ല. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അനിതയുടെ പൂർവ്വകാല കഥകൾ അറിഞ്ഞുകൊണ്ടാണോ നീ അവളെ വിവാഹം കഴിച്ചത്? അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നീ അതിന് തയ്യാറാവില്ലെന്നറിയാം. അനിത കോളേജിൽ പഠിക്കുമ്പോഴേ ഒരുത്തനുമായി പ്രേമത്തിലായിരുന്നു. കോളേജ് ക്യാമ്പസിലെ പ്രേമത്തിന് ആയുസ് കുറവാണെന്ന് പറയാറുണ്ടെങ്കിലും വിവാഹത്തിന് ശേഷവും അനിത ബന്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ്സിൽ മാത്രം കൂടുതൽ ശ്രദ്ധിക്കുന്ന നിനക്ക് അനിതയുടെ കാര്യത്തിലും അല്പം ശ്രദ്ധയുണ്ടാവുന്നത് നന്നായിരിക്കും. നിന്റെ ഭാര്യയെക്കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് എഴുതാൻ ഞാൻ ആരാണെന്ന് നീ ചോദിച്ചേക്കാം. ഇപ്പോൾ ഞാൻ ആരാണെന്ന് നീ അറിയണ്ട. കൂടുതൽ എഴുതി നിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നില്ല. നിർത്തട്ടെ. വിശ്വസ്തനായ സുഹൃത്ത്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. സർ, ബോംബെ മെറൈൻ കമ്പനിന്ന് 1 lakhന്റെ DD വന്നിട്ടുണ്ട്. വോൾട്ടാമിന്റെ സെയിൽസ് മാനേജർ വിളിച്ചിരുന്നു. 15ന് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഗുഡ്. സർ, നാളെ ഡൽഹി ഡിപ്ലോമ കമ്പനിക്ക് അയക്കേണ്ട ഫയല് ഒപ്പിട്ട് കിട്ടിയിട്ടില്ല. ഐ എം സോറി, ഞാൻ ആ ഫയൽ എടുക്കാൻ മറന്നു. മീര പൊയ്ക്കോളൂ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് ഏർപ്പാട് ചെയ്യാം. ഓക്കെ സർ. അയ്യോ, ഇതിന്റെ അടി കേട്ട് തല പൊളിന്. ഹലോ, ആരാണ്? ആരാണെന്ന്? ഞാനാണ് കല്യാണമേ. അനിതയ്ക്ക് കൊടുക്ക്.
അനിത പുറത്തു പോയിരിക്കാണല്ലോ പ്രകാശ. എവിടെ പോയതാണെന്നറിയില്ല. ഇന്നലെയും പോയിട്ട് ഉച്ചയ്ക്കാ വന്നത്. വന്നാലേ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാ. പോരെ? വേണ്ട, ഞാൻ വെറുതെ വിളിച്ചതാ. മീര, എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേക്കും. ഞാൻ ഇന്ന് പോകുന്നില്ല. ടുഡേ സ്പെഷ്യൽ ബോണ്ട. വലിപ്പം പോരെ ചേട്ടാ. അത് അകത്തി ചെല്ലുമ്പോ വലുതായിക്കോളും. ചേട്ടാ കൂടെ എടുക്കട്ടെ. ആംസ ഇങ്ങോട്ട് വന്നോടാ. വന്നോന്ന്. സാറിനോട് ഞാൻ ഒരു കാര്യം പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ചെയ്തു തന്നില്ല. വാസുവിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. അത് ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമല്ല. ഓ, വണ്ടി കാണുക പോലും ചെയ്യാത്തവനൊക്കെ ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കാൻ ഫാമിലി എടുക്കാനാണല്ലേ? കൈക്കൂലി വേണോ? എത്ര വേണം പറയടാ. ശരിയാ, ഞാൻ കൈക്കൂലി വാങ്ങും. പക്ഷേ എവിടുന്നോ കട്ടുകൊണ്ട് വന്ന വണ്ടിക്ക് ആർസി ബുക്ക് ഉണ്ടാക്കി തരാൻ എന്നെ കൊണ്ട് വയ്യ. എന്നെ കൊണ്ടാവൂന്ന് ഞാൻ നോക്കട്ടെ. അവനെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ഉപദ്രവിക്കുന്നത്? ശരിയാക്കി തരില്ല അല്ലേ? മതിയോ? 5-6 എടുത്ത് തിന്നോടാ.